അടുത്ത ചോദ്യം, 240 വോൾട്ട് AC-യിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആ സർക്യൂട്ടിലെ ഒരു ഇലക്ട്രിക് ബെല്ലിന് 8 വോൾട്ട് വോൾട്ടത നൽകുന്നു. ഇതിൻ്റെ പ്രൈമറി കോയിലിൽ 4800 ചുറ്റുകൾ ഉണ്ടെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കണക്കാക്കുക. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. 240 വോൾട്ട് AC-യിൽ പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോമർ. ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? പ്രൈമറി വോൾട്ടത VP = 240. ആ സർക്യൂട്ടിലെ ഒരു ഇലക്ട്രിക് ബെല്ലിന് 8 വോൾട്ട് വോൾട്ടത നൽകുന്നു. അപ്പോൾ സെക്കൻഡറി വോൾട്ടത VS = 8 വോൾട്ട്. പ്രൈമറി ചുറ്റുകളുടെ എണ്ണം 4800 എങ്കിൽ സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കണ്ടെത്തുക. VS/VP = NS/NP. NS = VS/NP/VP. VS 8, NP 4800, VP 240. അതായത് NS = 8 × 4800/240. 4800 ഒരു 0വും 240 ഒരു 0 ക്യാൻസലായി. 8 24 3 പ്രാവശ്യം, 3 48 16. അപ്പോൾ 3 450 എത്ര വരും? 160. സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം 160. ചോദ്യം ശ്രദ്ധിക്കുക. 240 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ 80 ചുറ്റുകളും പ്രൈമറിയിൽ 800 ചുറ്റുകളുമുണ്ട്. ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടത എത്ര? 240 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ 80 ചുറ്റ്, പ്രൈമറിയിൽ 800 ചുറ്റ്. ഇവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? VP = 240 വോൾട്ട്, NS = 80, NP = 800. കണ്ടുപിടിക്കേണ്ടത് VS. VS/VP = NS/NP. ഇതിൽ നിന്നും VS = VP NS/NP. 240 × 80/800. 240 0വും 800 0വും ക്യാൻസലാവുന്നു. ഇനി 80 0വും താഴെയുള്ള 800 0വും കൂടി ക്യാൻസലായാൽ ബാക്കി വരുന്നത് 24 × 8/8. ഇവിടെ 240 80 ഓരോ 0, താഴത്തെ 800 ഓരോ 0വുമായി ക്യാൻസലാവുന്നു. പിന്നെ വരുന്നത് 24 × 8/8. ഇനി 8ഉം 8ഉം ക്യാൻസലായാൽ ബാക്കി വരുന്നത് എന്താണ്? 24 വോൾട്ട്. സെക്കൻഡറി വോൾട്ടത = 24 വോൾട്ട്. ചോദ്യം ശ്രദ്ധിക്കുക. പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറിയിൽ 5000 ചുറ്റുകളും സെക്കൻഡറിയിൽ 250 ചുറ്റുകളുമാണുള്ളത്. പ്രൈമറിയിലെ വോൾട്ടത 120 വോൾട്ടും വൈദ്യുത പ്രവാഹ തീവ്രത 0.1 ആംപിയറുമാണ് എങ്കിൽ സെക്കൻഡറിയിലെ വോൾട്ടതയും കറണ്ടും കണക്കാക്കുക. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VS-ഉം സെക്കൻഡറിയിലെ കറണ്ട് IS-ഉമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫോമറിലെ പ്രൈമറിയിൽ 5000 ചുറ്റ്, NP = 5000. സെക്കൻഡറിയിൽ 250 ചുറ്റ്, NS = 250. പ്രൈമറി വോൾട്ടത VP = 120 വോൾട്ട്. പിന്നെ തന്നിരിക്കുന്നത് പ്രൈമറി കറണ്ട് IP = 0.1 ആംപിയർ. കണ്ടുപിടിക്കേണ്ടത് VS, IS. നമുക്ക് VS കണ്ടുപിടിക്കാം. VS കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? VP NS/NP. അതായത് 120 × 250/5000. 120 250 ഓരോ 0, 5000 2 0മായി ക്യാൻസൽ ആവുന്നു.
അപ്പോൾ ബാക്കി വരുന്ന എന്താണ്? 12 ഗുണിക്കണം 25/50. 25 50 2 പ്രാവശ്യം. 2 12 6. ഉത്തരം എന്താണ് കിട്ടുന്നത്? 6 വോൾട്ട്. സെക്കൻഡറി വോൾട്ടത സമം 6 വോൾട്ട്. ഇനി നമുക്ക് IS കണ്ടുപിടിക്കേണ്ടതുണ്ട്. IS കണ്ടുപിടിക്കാൻ നമുക്ക് പ്രൈമറി പവർ സമം സെക്കൻഡറി പവർ എന്ന സമവാക്യം ഉപയോഗപ്പെടുത്താം. VP × IP സമം VS × IS. ഇതിൽ നിന്നും IS കാണാനുള്ള സമവാക്യം എന്താണ്? VP IP/VS. VP 120 ആണ്. IP 0.1 ആണ്. VS നമ്മൾ കണ്ടുപിടിച്ചു 6 വോൾട്ട്. അതായത് IS സമം 120 ഗുണിക്കണം 0.1/6. 6 120 20 പ്രാവശ്യം. അപ്പോൾ 20 ഗുണിക്കണം 0.1. 20നെ 0.1 കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടും. അതായത് സെക്കൻഡറി കറണ്ട് IS സമം 2 ആംപിയർ. ഇത് ചെയ്യേണ്ട വിധം മനസ്സിലായല്ലോ. ഇവിടെ 2 സമവാക്യങ്ങളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത്. ഒന്ന് VS/VP സമം NS/NP. ഇതുപയോഗിച്ചാണ് VS കണ്ടുപിടിച്ചത്. രണ്ടാമത് IS കണ്ടുപിടിക്കാൻ VP × IP സമം VS × IS എന്ന സമവാക്യമാണ് ഉപയോഗപ്പെടുത്തിയത്. ഇതിൽ നിന്നും ISൻ്റെ സമവാക്യം എന്താണ്? VP × IP/VS. അപ്പോൾ സെക്കൻഡറി വോൾട്ട് അതാ VS സമം 6 വോൾട്ട്. സെക്കൻഡറി കറണ്ട് IS സമം 2 ആംപിയർ എന്ന് കിട്ടിയല്ലോ.